മധ്യ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യാത്രക്കാരുടെയും തീർത്ഥാടകരുടെയും ആവശ്യം പരിഗണിച്ച് എറണാകുളത്തു നിന്നും തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിപ്പിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 4 വീതം സർവീസുകളാകും ഉണ്ടാകുകയെന്നും എം.പി. പറഞ്ഞു. മധ്യ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും യാത്രക്കാരുടെയും തീർത്ഥാടകരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ട് എറണാകുളത്തു നിന്നും തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിപ്പിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 4 വീതം സർവീസുകളാകും ഉണ്ടാകുക. മാവേലിക്കര മണ്ഡലത്തിലെ പ്രധാന സ്റ്റേഷനുകളായ മാവേലിക്കര, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, ശാസ്താംകോട്ട, കൊട്ടാരക്കര, ആവണീശ്വരം എന്നീ സ്റ്റേഷനുകളിൽ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 14-ന് ബുധനാഴ്ച രാത്രി 11:50-ന് എറണാകുളത്തു നിന്നും ആരംഭിക്കുന്ന ആദ്യ സർവീസ് അടുത്ത ദിവസം വൈകിട്ട് 3:15-ന് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരും. വ്യാഴാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ 6:40-ന് വേളാങ്കണ്ണിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച പകൽ 11:55-ന് എറണാകുളത്ത് മടങ്ങിയെത്തും. 6 ജനറൽ കമ്പാർട്ട്മെന്റുകളടക്കം 18 കോച്ചുകളാകും ട്രെയിനിൽ ഉണ്ടാകുക. കഴിഞ്ഞ ആഴ്ച മധുരയിൽ നടന്ന ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുമായുള്ള കൂടിക്കാഴ്ചയിൽ വേളാങ്കണ്ണിയിലേക്ക് അധിക ട്രെയിൻ അനുവദിക്കണമെന്ന് താൻ ആവശ്യപ്പെടുകയും തമിഴ്നാട്ടിൽ നിന്നും യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ എംപിമാരും ആവശ്യത്തെ പിന്തുണയ്ക്കുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് പ്രത്യേക സർവീസ് അനുവദിക്കുന്നതിനാവശ്യമായ ഇടപെടൽ തേടി വേളാങ്കണ്ണി ചർച്ച് മാനേജ്മെന്റ് കമ്മിറ്റി നേരത്തെ തനിക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും എം.പി. അറിയിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.